എന്തോന്ന് മോഹിനിയാട്ടക്കാരി. എടാ ഇവർക്ക് മോഹിനിയാട്ടമൊക്കെ അറിയാവോടാ? ഇവർക്ക് രണ്ടു തരം ആട്ടം അറിയാം. ഒന്ന് അച്ഛനെ തല്ലാൻ ഓടിക്കുന്ന അമ്മിണിയാട്ടം, മറ്റൊന്ന് ചിലപ്പോ ഇറച്ചി മീന് കിട്ടാതാകുമ്പോ കാട്ടിക്കൂട്ടുന്ന മുതുക്ക് കൂത്താട്ടം. ഹായ് യേശുക്കുട്ടി, ഇന്നു മുതല് ഡാൻസ് അറിയാവല്ലേ? അല്ല മോനെ, നീ കൊച്ചിനെയും കൊണ്ട് ബൈക്കിൽ പോയാ മോളെ ആരും ഓഫീസിലെത്തിക്കും? അതിപ്പോ ദൈവമേ, മാഡം ഒന്ന് വിളിക്കാനും പാടില്ലല്ലോ. എന്താടാ ഇതൊന്നും പറയാത്ത? അച്ഛാ, പുള്ളിക്കാരിയെ കൊണ്ടുപോകാൻ പുള്ളിക്കാരുടെ ഡ്രൈവർ വരും. പുള്ളിക്കാരിയോ? അതാരാ പുള്ളിക്കാരി? ഞാന് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു പുള്ളിക്കാരിയായിട്ട് മാറിയത്. ഓ, ഈ മാഡം വിളിക്ക് പകരമായിട്ട് വന്ന പേരാണോ പുള്ളിക്കാരി? ആരും കളിയാക്കൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. ഞാൻ മാഡത്തെ പണ്ട് മുതലേ വിളിക്കുന്നത് മാഡം എന്നല്ലേ. പെട്ടെന്നത് മാറ്റാൻ വലിയ പ്രയാസ. സമയമെടുത്ത് മാറ്റിക്കോളാം. എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് എതിർപ്പൊന്നുമില്ല. കാറ് വന്നല്ലോ. അപ്പൊ ശരി, എല്ലാവരോടും കൂടി ഞാൻ പോയിട്ട് വരാം. ഐശു, വാചകരെ, നമുക്ക് പോ. അച്ഛാ, അമ്മേ, ഞാൻ പോയിട്ട് വരാട്ടോ. സ്വന്തം അമ്മയെ കാണാൻ കാത്തിരിക്കുന്ന മോള്. ഇനിയെങ്കിലും അമ്മയും മോളും തമ്മിൽ ഒരുമിച്ചൂടെ? അമ്മേ, അമ്മ എന്തോന്നും മിണ്ടാത്ത? എന്റെ മകളെ സ്വതന്ത്രമായി കാണാനും ജീവിക്കാനുള്ള സമയം ആയിട്ടില്ല രാജു. ഞാൻ എന്റെ മകളെ കാണാൻ വന്നു എന്നറിഞ്ഞ ഋതുമോൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെടും. നിനക്ക് നിന്റെ വർമ്മ സാറിനെ നഷ്ടപ്പെടും. പ്രതാപേട്ടൻ നിന്റെ ഋതുമോളുടെയും മുഖ്യ ശത്രുവായി മാറും. അതെന്താ? അങ്ങനെയാ ഞങ്ങളുടെ കഥ. ഇതിലൊക്കെ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഋതുമോളും രാജുവും പ്രതാപേന്റെ ശത്രുക്കളായി മാറിക്കാണാൻ ഏകാദശി വ്രതം നോക്കി കാത്തിരിക്കുന്ന ചിലരുണ്ടവിടെ. അവസരം കാത്ത് പതിയിരിക്കുന്ന ആ ശത്രുക്കള് പ്രതാപേട്ടനെ വരെ ഇല്ലാതാക്കിക്കളയും. അത് പ്രതാപേട്ടന് പോലും അറിയില്ല. അതാ എന്റെ പേടി. മൊത്തത്തില് പ്രതാപവർമ്മയും മകളും മരുമകനും പിന്നെ ഞാനും ഒക്കെ ഇല്ലാതാകും. നമ്മളെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ശത്രുക്കള് പ്രതാപേട്ടന്റെ കൂടെ തന്നെ ഉണ്ട്. അമ്മയ്ക്ക് എന്നോടെങ്കിലും സത്യം പറഞ്ഞൂടെ? നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ, ഞാനൊന്നും പറയാതിരുന്നിട്ടുമില്ല.
എന്താ നിനക്കറിയേണ്ടത്? വർമ്മ സാറും അമ്മയും തമ്മില് അകലാനുണ്ടായ കാരണങ്ങൾ എന്താ? അവർക്ക് ഞങ്ങളെല്ലാം നശിപ്പിക്കണം. എന്നിട്ട് അധികാരവും സ്വത്തുക്കളും അവരുടെ പേരിലാക്കണം. പ്രതാപേട്ട എന്നെ സംശയിച്ചു. അവര് പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. ഇതെല്ലാം ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് വർമ്മ സാറിനോട് തുറന്നു പറയാറുന്നില്ലേ? 1000 തവണ ഞാൻ പറഞ്ഞതാ മോനെ. അദ്ദേഹം വിശ്വസിക്കണ്ടേ? മന്ത്രിയല്ലേ അദ്ദേഹം? സ്വന്തം ഭാര്യ അവിശ്വസിച്ച ആള് നാട്ടുകാരെ എങ്ങനെ സേവിക്കാനാ? സ്വന്തം കുടുംബത്തിന്റെ ഭദ്രത സംരക്ഷിക്കാത്ത ആള് നാടിന്റെ ഭദ്രത എങ്ങനെ കാത്തു സംരക്ഷിക്കാനാ? അദ്ദേഹം തെറ്റ് തിരുത്തി വരുന്നൊരു കാലം ഉണ്ടാവണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക.